ഹലോ ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ട് പനിയും ജലദോഷമൊക്കെ ആയിട്ട് സൗണ്ട് പോയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത ഒരു വൃത്തിയൊക്കെ സൗണ്ടായി മാറിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഇന്ന് ഞാനൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാം. അത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കടിയാണ് കേട്ടോ. നമുക്ക് സ്കൂൾക്ക് സ്നാക്സ് ഇന്നൊരു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നിട്ട് ഇന്ന് എന്തായാലും ചിക്കൻ റോൾ വേണമെന്ന് അവൾ ഫ്രണ്ട്സിനോട് അവൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ രാവിലെ എന്നതിന് സമയം കിട്ടില്ല നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ചിക്കൻ റോൾ റെഡിയാക്കി വെക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാ ഞാനത് കുറച്ചുണ്ടാക്കുന്നു കേട്ടോ. ഓരോന്ന് രണ്ടെണ്ണം ഒന്ന് കഴിക്കാം, അത്ര ക്വാണ്ടിറ്റി ഉള്ളൂ. ഒരു 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കൊണ്ട് വീഡിയോ കാണാം. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ചെയ്യണം കേട്ടോ ഇഷ്ടമായെങ്കിൽ. അപ്പോൾ അതാരും ഒഴിവാക്കാതെ അത് നിർബന്ധമായും ചെയ്യാൻ നോക്കിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ച് നന്നായി കുത്തി അരിയാണ്, കുഞ്ഞു ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. ഇതാ ഉള്ളി അരിഞ്ഞപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയല്ലേ ഉള്ളി അരിഞ്ഞാൽ? എനിക്ക് ചില ഉള്ളിയൊന്നും അറിയില്ല, പക്ഷെ ചിലതിന് ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന്. പിന്നെ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി വാട്ടാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി നല്ലോണം വാടുന്നത് വരെ അത് അടച്ചു വെച്ചാണ് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ് 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്ത ബ്രെഡിനെ ഞാൻ ആവി കയറ്റുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളെല്ലാം ഇടാം. മസാലപ്പൊടികൾ ഞാൻ എല്ലാം ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്, കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ അതിൽ കാണുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കറിവേപ്പില ഇട്ട് ഒന്നും കൂടി കുറച്ച് നേരം കൂടി അടച്ച് വെച്ചു കേട്ടോ, ഒന്നും കൂടി വാടണമെന്ന് തോന്നിയതുകൊണ്ട്. പിന്നീട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ എന്താ പറയുക കുരുമുളക് പൊടിയാണ് ഇട്ടത്. പച്ചമുളക് ഇട്ടിട്ടില്ല, മക്കൾക്ക് അധികം എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഗരം മസാല ലേശം ഇട്ടു കേട്ടോ, അധികം സ്പൈസി ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബ്രെഡ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവി കയറി. പിന്നെ നമ്മളിതാ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ പൊടിച്ചെടുത്തു. പിന്നെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ഡീപ്പ് ചെയ്തിട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവി കയറ്റിയ ബ്രെഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് 4 സൈഡും ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. നമുക്ക് മസാല വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ മൈദ എടുത്തിട്ട് ഒന്ന് ഇത് പശ പോലെ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ബ്രെഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ തേച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മസാല വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായി വൃത്തിക്ക് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാ ബ്രെഡ് നല്ല സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഒന്നും ആവില്ല, പുറത്തേക്ക് വരെ ഒന്നുമില്ല. ഇങ്ങനെ ആവി കയറ്റുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ല വൃത്തിക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഇതാക്കി എടുക്കണം കേട്ടോ. ഇതാ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞു, പാൻ വെച്ചിട്ട് ഇനി അതിൽ വെച്ച് പൊരിക്കട്ടെ. ഞാൻ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് ഓരോന്ന് എടുക്കാനുള്ളതേ ഉള്ളൂ. അവർ വരാനായി 1/2 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഞാനിത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വേഗം പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 4 മണിയാകുമ്പോൾ അവർ വരും, അപ്പോഴത്തേന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ റോളും അവർക്കുള്ള റെഡി ആയിട്ട് അവർ രണ്ടാളും എത്തിയിട്ടുണ്ട്. മേലൊക്കെ കഴുകി
ചിക്കൻ റോളൊക്കെ കഴിച്ചു. ഓക്കെ, എന്നാൽ ബൈ.